ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ അൻഷുബ മുടിയൻ, അതായത് ഋഷി, പലരും എഴുതി തള്ളിയ രണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആണ്. കാരണം വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും അവരുടെ ഭാഗത്തു നിന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് അവർ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേര് മാത്രമാണ് കോൺവെർസേഷൻ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സംസാരങ്ങൾ ബിഗ് ബോസ് അകത്തും പുറത്തും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അത് നമ്മൾ അൻഷുബയുടെ ഭാഗത്തു നിന്നുള്ളത്. നമ്മൾ പവർ ടീമിനെതിരെ ശക്തമായിട്ടാണ് പല കാര്യങ്ങളിൽ നിലപാടെടുത്ത് ഉറച്ചു നിന്ന് അതിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഗബ്രി നമ്മൾ ജാസ്മിൻ വിഷയത്തിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ അൻഷുബയോട് ഓരോ കണ്ടസ്റ്റൻറ്റിനോടും അവരുടെ അഭിപ്രായം ചോദിക്കുന്നത് പോലെ തന്നെ അൻഷുബയോടും ചോദിച്ചപ്പോൾ അൻഷുബ കൊടുത്ത മറുപടി വലിയ രീതിയിലുള്ള അപ്ലോസ് തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് ലഭിച്ചത്. കാരണം അൻഷുബ പറഞ്ഞത് പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നൊറ്റ മറുപടിയിൽ ഉള്ള ക്ലാപ്സൊക്കെ തന്നെ അടിച്ച് വാരി കൊണ്ടുപോയി അൻഷുബ എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളെ ജാസ്മിൻ്റെ അടുത്ത് പോയിരുന്ന് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ മുടിയനും നല്ല രീതിയിലുള്ള കൊട്ട് തന്നെയാണ് ജാസ്മിന് കൊടുത്തത്, അല്ലെങ്കിൽ ജാസ്മിന് തിരിച്ചൊരു മറുപടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ എക്സ്പ്ലനേഷനൊക്കെ തന്നെയാണ് മുടിയനും ജാസ്മിന് കൊടുത്തത്. സോ തീർച്ചയായും ഇവർക്ക് രണ്ടുപേർക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവരുടെ കളികളൊക്കെ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് പുറത്ത് വരുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ അൻഷുബ പല കാര്യങ്ങളും ഋഷിയോട് പോലും പറയുന്നുണ്ട്, അവരുടെ പവർ ടീമിനെ കുറിച്ച് അവരുടെ ഭാഗത്തുണ്ടാകുന്ന മിസ്റ്റേക്സിന് പിന്നീട് ഞങ്ങൾ അതിനെ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി കണ്ടസ്റ്റൻ്റായിട്ട് തന്നെ ഇവരും മാറുമെന്നാണ് തോന്നുന്നത് വരും ദിവസങ്ങളിൽ. നമുക്ക് നോക്കാം എന്തായിരിക്കും ഇവരുടെ ഗെയിം സ്ട്രാറ്റജി മുമ്പോട്ടുള്ള ദിവസങ്ങളിലെന്ന്.